ബാലു യഥാർത്ഥത്തിൽ ഞാൻ ഞങ്ങളുടെ ജൂനിയറായിട്ടാണ് കോളേജിൽ കയറുന്നത്. ഞാൻ ആ സമയം സംസ്കാരം എന്ന് വെച്ച ഒരു കൾച്ചറൽ ഓർഗനൈസേഷനുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ. അതിൻ്റെ ഒരു സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പം ഞാനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കോളേജിലോട്ട് ബാലുവിൻ്റെ പ്രോഗ്രാംസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാലു ആ സമയത്ത് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഈ സംഭവങ്ങളിലും ബാലുവാണ് ഫസ്റ്റ്. അപ്പം നമ്മൾ ബാലുവിനാണ് അങ്ങ് ഏൽപ്പിക്കുന്നത് അത് മൊത്തമായിട്ട്. അങ്ങനെ അവിടെ വെച്ച് തന്നെയാണ് അവർ എല്ലാവരും കൂടെ കൺഫ്യൂഷൻ എന്നുള്ള ബാൻഡ് തുടങ്ങുന്നത്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു മ്യൂസിക്കലി ഒരു വളരെ സ്ട്രോങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൺഫ്യൂഷൻ ബാൻഡാണ്. അത് നമ്മൾ തുടങ്ങുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ സെമിനറി ഹാളിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കുക എന്ന് വെച്ചാൽ ഈ കൺഫ്യൂഷൻ എന്നുള്ളൊരു പേരിടാൻ ഞാൻ തന്നെ അത് ബാലു താരപ്പേട്ടിൽ വന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു അന്നൊക്കെ ഈ പേരിനെ കുറിച്ചൊക്കെ വളരെ ഫ്യൂച്ചറിസ്റ്റ് ആയിട്ടുള്ളൊരു തിങ്കിങ് ആയിരുന്നു അത്. അതുപോലെ തന്നെ ഫ്യൂഷൻ എന്നുള്ളതിൻ്റെ ഒരു അന്ന് ആർക്കും സത്യം പറഞ്ഞാൽ ഇത്രയും പാട്ടുകൾ കേൾക്കുമെങ്കിലും ഇപ്പോഴത്തെ പോലെ ഒരു അവൈലബിലിറ്റി ഇല്ലായിരുന്നു. ആ സമയത്ത് തന്നെ ഇത് ഭയങ്കരമായിട്ട് ഫ്യൂഷൻ എന്നുള്ള ഒരു കാറ്റഗറിയിൽ അങ്ങനെ ഒരു വളരെ എക്സ്ട്രീം ആയിരുന്നു ആ സമയത്ത് ബാലുവിൻ്റെ പ്രസൻറ്റേഷൻ എല്ലാം. അങ്ങനെ അവിടുത്തെ ഒരു കൂട്ടുകെട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ തുടർന്നു. ഞങ്ങൾ ഇപ്പോഴും ഗോൾഡൻ ടാലൻസ് എന്ന് വെച്ച ഒരു ഇതിനകത്ത് നമ്മൾ അവസാനം ഷോസ് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഞങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി വരുന്ന സംഭവം നമ്മളെപ്പോഴും ബാലുവിൻ്റെ പ്രാക്ടീസും ഇതെല്ലാം ബാലു എപ്പോഴും എല്ലായിടത്തും പറയുന്ന പ്രധാന കാരണം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വളരെ കർക്കശമായിട്ടുള്ള ഒരു നിലപാട് റൂട്ട് മ്യൂസിക്കിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്.